Hi friends, Tipsotek എന്ന മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കുറച്ച് വാട്സപ്പ് ട്രിക്സും ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ കാണുന്നത്, ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും ടൈം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും വാട്സപ്പിൽ വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നവരാണല്ലേ. നോർമലി നമ്മൾ ചെയ്യുന്നത് വോയിസ് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് സെൻഡ് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിന്നിവിടെ പറയുന്ന ട്രിക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പേ പ്ലേ ചെയ്യാൻ സാധിക്കും. അതിനായി നിങ്ങൾ ആർക്കാണോ മെസ്സേജ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ വോയിസ് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് മുകളിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വോയിസ് റെക്കോർഡ് ആവുന്നത് കാണാം. നമ്മൾ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം നൈസായിട്ട് ഈ ബാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വാട്സപ്പിൻ്റെ മെയിൻ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. സോ ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തതിലൂടെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത വോയിസ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് മെസ്സേജസ് വരാറുണ്ടല്ലേ. സപ്പോസ് നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട വ്യക്തിക്ക് മറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സ് അറിയാതെ നമുക്ക് ആ മെസ്സേജിന് പ്രൈവറ്റായിട്ട് റിപ്ലൈ കൊടുക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായി നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏത് മെസ്സേജിനാണോ പ്രൈവറ്റായി റിപ്ലൈ കൊടുക്കേണ്ടത് ആ മെസ്സേജ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, റിപ്ലൈ പ്രൈവറ്റ്ലി. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ വ്യക്തിയുടെ ഒരു കോൺടാക്റ്റ് നമുക്കിവിടെ ഓപ്പൺ ആവുന്ന കാണാം. എന്നിട്ട് നമുക്ക് വേണ്ട മെസ്സേജസ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെൻഡ് കൊടുക്കുക. മൂന്നാമതായി വാട്സപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന 2 സെക്യൂരിറ്റി മെഷേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമതായിട്ടുള്ളത് ഫിംഗർ പ്രിൻറ്റ് സെക്യൂരിറ്റിയും രണ്ടാമതായിട്ടുള്ളത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനുമാണ്. സോ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെക്യൂരിറ്റി എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഈ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ടേൺ ഓൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെക്യൂരിറ്റി എനേബിൾ ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പം വാട്സപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഇപ്പം എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ID കൊടുത്താൽ മാത്രമേ എനിക്ക് ഈ ഒരു വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ സക്സസ്ഫുള്ളി ഇത് സെറ്റായിട്ടുണ്ട്. അടുത്തതായി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എനേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 6 ഡിജിറ്റ് പിൻ കോഡ് എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ കോഡ് എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് അവിടെ നമുക്ക് സെക്യൂരിറ്റി കോഡായിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇമെയിൽ ID കൊടുക്കുക. ഇങ്ങനെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ മറ്റാർക്കും നമ്മളുടെ വാട്സപ്പ് അക്കൗണ്ട് അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇൻ കേസ് നമ്മൾ ഡിവൈസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളുടെ കൊടുത്ത ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യാതെ ഒരിക്കലും ആ ഡിവൈസിൽ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ആക്ടിവേഷൻ ആകത്തില്ല. അഥവാ നിങ്ങൾ ഈ ഒരു കോഡ് മറന്നുപോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇമെയിൽ ID വഴി നമുക്ക് കോഡ് വീണ്ടും റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാലാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാട്സപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡാർക്ക് മോഡ് എന്നൊരു ഫീച്ചറാണ്. നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഡാർക്ക് മോഡ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ തീം എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡാർക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് കളറായത്.
അഞ്ചാമതായി വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റായ ഫ്രീക്വൻ്റ്ലി ഫോർവേഡഡ് മെസ്സേജാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മുമ്പ് നമുക്ക് 5 പേർക്ക് മാത്രമേ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചുരുക്കി ഒരാളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്ത മെസ്സേജ് ഞാനൊന്ന് ഫോർവേഡ് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, അതായത് ഒരാൾക്ക് മാത്രമാണ് എനിക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഈ സെലക്ട് ചെയ്ത മെസ്സേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഫോർവേഡിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഡബിൾ ആരോ കൊടുത്തിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഡബിൾ ആരോ കൊടുത്ത മെസ്സേജസ് മാത്രമാണ് ഒരാളിലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഫോർവേഡഡ് മെസ്സേജൊക്കെ നമുക്ക് 5 പേർക്ക് തന്നെ ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഡബിൾ ആരോ കൊടുത്ത മെസ്സേജ് ജെനുവിൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾക്ക് ഏത് മെസ്സേജാണോ സെൻഡ് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ മെസ്സേജ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ആർക്കാണോ സെൻഡ് ചെയ്തത് അയാളുടെ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നോർമൽ രീതിയിൽ സെൻഡ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഈ മെസ്സേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫോർവേഡ് ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എനിക്ക് 5 പേർക്കോളം ഇതെനിക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ട്രിക്ക് മറ്റൊന്നുമല്ല, ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഒരു വ്യക്തിയുമായി നടത്തിയ ചാറ്റ് ഫുൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള ചാറ്റ് ഫയൽസ്, അതുപോലെ തന്നെ വീഡിയോസ്, ഓഡിയോസ് എല്ലാം ഈ ട്രിക്കിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിനായി നിങ്ങൾക്ക് ഏത് വ്യക്തിയുടെ ചാറ്റ് ഫയലാണോ റിമൂവ് ചെയ്യേണ്ടത് ആ കോൺടാക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ചാറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ഡയലോഗ് ബോക്സ് വരും. ആർ യു ഷുവർ യു വാണ്ട് ടു ക്ലിയർ ദ മെസ്സേജ് ഇൻ ദിസ് ചാറ്റ്. അപ്പോൾ ക്ലിയർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ക്ലിയർ കൊടുക്കുന്നതിലൂടെ ഈ വ്യക്തിയുമായിട്ട് നടത്തിയ ചാറ്റ് ഫുള്ള് ഡിലീറ്റ് ആവുകയും പിന്നെ നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ കിടക്കുന്ന ചാറ്റ് ഫയൽസ് ഫുള്ള് ക്ലിയർ ആവുകയും ചെയ്യും. നമ്മുടെ അവസാനത്തെ ട്രിക്കാണ് വാട്സപ്പിൽ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബോൾഡിലാണ് മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്യുക സ്റ്റാർ, ദെൻ വേണ്ട മെസ്സേജസ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും കൂടി ഒന്ന് സ്റ്റാർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ബോൾഡിലേക്ക് കൺവേർട്ട് ആയത് കാണാം. ഇറ്റാലിക്സിലാണ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഒരു അണ്ടർസ്കോർ കൊടുക്കുക. നമുക്ക് വേണ്ട മെസ്സേജസ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഒരു അണ്ടർസ്കോർ കൊടുക്കുക. ഇപ്പം നമുക്കിത് ഇറ്റാലിക്സിലേക്ക് കൺവേർട്ട് ആയത് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഒരു അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു സിമ്പിൾ കൊടുക്കുക. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് എന്നിട്ട് നമ്മുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുക, വീണ്ടും ആ ഒരു സിമ്പിൾ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് അണ്ടർലൈനിലേക്ക് കൺവേർട്ട് ആയത് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ബോൾഡിലും ഇറ്റാലിക്സിലും കൂടി മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ജസ്റ്റ് സ്റ്റാർ ഒന്ന് പ്രസ് ചെയ്യുക, ദെൻ അണ്ടർസ്കോർ കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട മെസ്സേജസ് ടൈപ്പ് ചെയ്യുക, പിന്നെ അണ്ടർസ്കോർ കൊടുക്കുക, ദെൻ സ്റ്റാർ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ബോൾഡിലും ഇറ്റാലിക്സിലേക്കും മെസ്സേജ് കൺവേർട്ട് ആയത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.